അമേരിക്കൻ സൈനിക വിമാനങ്ങൾ യമനെ ആക്രമിച്ചു. മരണം 15 മുതൽ 24 വരെ എന്ന റിപ്പോർട്ട് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നു. മരണസംഖ്യ കൂടാനുള്ള സാധ്യതകളും പറയുന്നു. നിരന്തരമായി അമേരിക്കയുടെ കപ്പലിന് നേരെ യമനിൽ നിന്നുണ്ടാവുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് തങ്ങൾ ഇത് ചെയ്തത് എന്ന് അമേരിക്കയുടെ സൈനിക മേധാവികൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു. ചെങ്കടലിനെ സ്വതന്ത്ര പാതയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ശത്രുപക്ഷത്തുള്ള എല്ലാ സൈനിക ബലവും ഇല്ലാതാക്കുക തങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് അമേരിക്കയുടെ ഭാഗത്തുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. അതോടൊപ്പം തന്നെ ഇവരെ സഹായിക്കുന്ന, അതായത് ഭീകര സംഘമായിരിക്കുന്ന ഹൂത്തി വിഭാഗത്തെ സഹായിക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് ഇറാൻ മാറി നിൽക്കണമെന്ന് ഇറാന് നേരെയും ഒരു അമ്പ് ചെയ്തുകൊണ്ടാണ് ട്രംപ് സംസാരിച്ചത്. അപ്പൊ ആ മേഖലയിൽ വേണ്ടി വന്നാൽ ഇറാൻ ആക്രമിക്കുമെന്ന തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ അതിനിടയിലൂടെ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും, ഇല്ലെങ്കിൽ പോലും 2 ഘട്ടങ്ങളിലായി ഇറാനുമായിട്ട് രഹസ്യ ചർച്ച അമേരിക്ക നടത്തിയിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായിരിക്കുന്ന ഫലത്തിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിന്റെ കാര്യം ഇറാന്റെ ആണവ കേന്ദ്രത്തെ ആക്രമിക്കാൻ തങ്ങൾ ഒരു രാജ്യത്തെയും അനുവദിക്കുകയില്ല എന്നുള്ള ഇറാന്റെ കണിശമായിരിക്കുന്ന നിലപാടിലാണ് അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഇറാനു കൂടി യുദ്ധത്തിന്റെ മുഖത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മാരകമായിരിക്കുന്ന യുദ്ധമായി ഈ മേഖല അവസാനിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്.